ഇനി ഗസയിലേക്കാണ്. എല്ലാ ഇസ്രായേൽ തടവുകാരെയും മോചിപ്പിക്കുന്ന സമഗ്ര വെടിനിർത്തൽ കരാറിന് തയ്യാറെന്ന് ആവർത്തിക്കുകയാണ് ഹമാസ്. യുദ്ധവിരാമവും അതുപോലെ തന്നെ സൈനിക പിന്മാറ്റവുമാണ് വേണ്ടതെന്നും ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട്. ഗസയുടെ ഭരണം സ്വതന്ത്ര ദേശീയ സർക്കാരിന് കൈമാറാൻ തയ്യാറാണെന്നും ഹമാസ് അറിയിക്കുകയാണ്. മുഴുവൻ ബന്ദികളെയും ഹമാസ് കൈമാറിക്കഴിഞ്ഞാൽ ഗസ യുദ്ധം അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അവകാശപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹമാസിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. ഇനി ഇതിൽ എന്ത് പുരോഗതി ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത്. MC നാസർ ചേരുകയാണ്. നാസർ, ഇനി ഇതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രതികരണമാണോ ഉറ്റുനോക്കുന്നത്? വ്യാപകമായിട്ടുള്ള ആക്രമണത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് തിരക്കിട്ട ചില കൂടിയാലോചനകൾ പല തലങ്ങളിലായിട്ട് മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു യുദ്ധവിരാമം വരികയാണെങ്കിൽ ബന്ദികളെ ഒരുമിച്ച് കൈമാറാൻ ഒരുക്കമാണെന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം കൂടി പുറത്തു വന്നിരിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മികച്ച ഒരു പ്രതികരണം നടത്തിയിരുന്നു. ബന്ദികളെ ഒരുമിച്ച് ഹമാസ് കൈമാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതോടുകൂടി യുദ്ധം നിലയ്ക്കും എന്ന ഒരു ശുഭാപ്തി കലർന്ന പ്രതികരണമായിരുന്നു ട്രംപ് നടത്തിയത്. അതിനെ ഏതാണ്ട് ശരിവെച്ചുകൊണ്ടാണ് തങ്ങൾ അതിന് സന്നദ്ധമാണ്, പക്ഷേ പൂർണ്ണമായിട്ടും യുദ്ധം നിർത്തിവെക്കാൻ അതോടുകൂടി യുദ്ധവിരാമത്തിന് ഇസ്രായേൽ തയ്യാറാകണമെന്നാണ് ഹമാസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെയും ഈ നിർദ്ദേശം ഹമാസ് മുന്നോട്ട് വെച്ചതാണെങ്കിൽ പോലും താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തലിനായിരുന്നു ചർച്ചകൾ നടന്നിരുന്നത്. ഒടുവിൽ താൽക്കാലിക വെടിനിർത്തൽ എന്ന ആശയം ഹമാസ് അംഗീകരിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഒരു അനുകൂല പ്രതികരണവും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറിച്ച് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു പുതിയ ഫോർമുല ഒരുപക്ഷെ അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നും മധ്യസ്ഥ രാജ്യങ്ങളുടെ ശക്തമായിട്ടുള്ള ഇടപെടലിനെ തുടർന്നുമാണ് ഇത്തരമൊരു ഫോർമുല കൂടി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ ഈ ആക്രമണം, ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ആക്രമണം കൂടുതൽ ശക്തമായിട്ട് തുടരും. കൂടുതൽ വിനാശകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ആക്രമണം നീങ്ങും എന്ന പ്രഖ്യാപനം തന്നെയാണ് ഇസ്രായേൽ നേതൃത്വം നടത്തുന്നത്. അതിനിടയിൽ ഒരു വെടിനിർത്തലിനുള്ള സാധ്യത, ഒരു പൂർണ്ണ യുദ്ധവിരാമത്തിനുള്ള സാധ്യത എത്ര ഉണ്ടാകും എന്നത് അമേരിക്കയുടെ തുടർ നിലപാടിനെയും അവരുടെ സമ്മർദ്ദത്തെയും ആശ്രയിച്ചാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു യുദ്ധവിരാമം ഉണ്ടാകുമോ എന്നത് നെതന്യാഹുവിന്റെ പ്രതികരണത്തെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.